ഹലോ ഹായ്. അപ്പോൾ നമ്മളെ ലണ്ടൻ ടു കാർഡിഫ് ട്രിപ്പിലെ അവസാനത്തെ ദിവസവും അവസാനത്തെ വ്ലോഗാണ് എന്നുള്ളത്. അങ്ങനെ ഞാൻ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഒരു ബസ് സ്റ്റോപ്പിലാണുള്ളത്. ഈ ബസ് സ്റ്റോപ്പൊക്കെ ഇങ്ങനെ ലൈബ്രറി പോലെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള ചെറിയൊരു ബസ് സ്റ്റോപ്പ്. പിന്നെ ഒരു ട്രെയിനും കൂടി എടുത്തിട്ട് വേണം നമുക്ക് കാർഡിഫിലോട്ട് എത്താൻ. ഏകദേശം 2 മണിക്കൂറിൻ്റെ ട്രാവലുണ്ട്. അപ്പം ടോട്ടലി നമ്മളെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നടന്നു പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. They ask you how you are, you just have to say that you're fine when you're not really fine, but you just can't get into it because they would never understand. അതിലിപ്പോൾ ഇന്നലെയും ഇന്നും കംപ്ലീറ്റ്ലി നമ്മൾ വെഹിക്കിൾ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോയത്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ബസ്സായിരുന്നു ഇന്നലെയൊക്കെ. ഇന്നിപ്പോൾ നമുക്കൊരു ട്രെയിനും കൂടി എടുക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. 2 മണിക്കൂറുണ്ട്. അതായത് 9 മണിക്ക് ഇവിടുന്ന് ബസ് വരും. ബസ് വന്നാൽ 2 മണിക്കൂർ 2.5 മണിക്കൂറുകൊണ്ടാണ് ഞാൻ കാർഡിഫിലെത്താൻ. ഏകദേശം 11-11:30 ആവും. അവിടെ നിന്ന് തൊട്ട് ഒരു വൈകിട്ട് 6 മണിക്കാണ് എൻ്റെ ബസ്സുള്ളത് തിരിച്ച് ലണ്ടനിലോട്ട്. അപ്പോൾ അതുവരെ കാർഡിഫ് ഒന്ന് ചുറ്റിക്കറങ്ങുക, അവിടെ എന്താ കാണാനുള്ളത് എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ലോഗിലുണ്ടാവുക. അപ്പം നമുക്ക് ബസ്സിലോട്ട് കാണാം. അങ്ങനെ ഫസ്റ്റത്തെ ബസ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു 1/2 മണിക്കൂറും കൂടി ഉണ്ട് അടുത്ത ബസ് വരാൻ. ഇത് ഇന്നലത്തെ സെയിം സ്റ്റേഷനാണ് കേട്ടോ. ഇന്നലെ കാണിച്ചതിന് അതേ സ്ഥലത്തേക്ക് തന്നെയാണ് വന്നത്. അപ്പോൾ ഇവിടെ പോയിട്ട് എനിക്കൊരു ടീഷർട്ട് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇട്ട സാധനങ്ങൾ തന്നെ റിപ്പീറ്റ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇന്ന് കാർഡിഫൊക്കെ അല്ലേ പോണത്, ഫൈനൽ ഡേയും കൂടി അല്ലേ. അങ്ങനെ ഞാനൊരു ഷർട്ടായിട്ട് എടുത്ത് എത്രത്തോളം കൊള്ളാമെന്ന് എനിക്കറിയില്ല. പിന്നെ കാരണം കൂടുതൽ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ഇതന്നെ എവിടെ നിന്ന് എടുത്താലോ, ചാരിറ്റി ഷോപ്പിൽ നിന്ന്. പിന്നെ അവിടെ കാണുന്ന ഷോപ്സൊക്കെ വുമൻസിനുള്ള ഷോപ്സാണ്. എനിക്കാണെങ്കിൽ അധികം സമയമില്ല, ആകെ 20-25 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിന് എടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്നൊരു ചാരിറ്റി ഷോപ്പ് കയറി. ഫസ്റ്റ് കണ്ടതന്നെ എടുത്ത് പോന്നു. കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഇതിൽ കണ്ടിട്ട്. അങ്ങനെ രണ്ടാമത്തെ ബസ്സിൽ കയറുകയാണ്. ബ്രിസ്റ്റോ പാർക്ക് സ്റ്റേഷൻ. Thank you. You vlogging? Yeah. Yeah, YouTube or? For the YouTube. I'm a beginner. Alright. Thank you. Good luck to you. Thank you. I just wanted to say thanks. അങ്ങനെ രണ്ടാമത്തെ ബസ് ഇറങ്ങി. ഇനി നമുക്ക് ട്രെയിനാണ് എടുക്കാനുള്ളത്. ഞാൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 10:32-33 ആയി. 40-നാണ് എൻ്റെ ട്രെയിന്. ഞാൻ പെട്ടെന്ന് പോയിട്ട് ട്രെയിൻ എടുക്കട്ടെ. ഇതാണ് സ്റ്റേഷന്, ബ്രിസ്റ്റോ പാർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷന്. 10:40 ട്രെയിൻ എടുക്കും. എൻ്റെ കയ്യിൽ QR കോഡ് ഉണ്ട്. ഇത് ജസ്റ്റ് സ്കാൻ ചെയ്യാൻ. പുറത്തെ സൈഡിൽ കേട്ടോ. സോ പ്ലാറ്റ്ഫോം 2-ലാണ് നമ്മൾ ട്രെയിൻ ഉള്ളത്. 2 നേരെ പോകണം. പ്ലാറ്റ്ഫോം 2. ഇവിടുന്ന് ആകെ 2 സ്റ്റോപ്പുള്ളൂ കേട്ടോ നമ്മുടെ ഇതിലോട്ട്. പക്ഷേ 40 മിനിറ്റോളം ഉണ്ട്. കാർഡിഫിലോട്ട് 2 സ്റ്റോപ്പുള്ളൂ, ബട്ട് 40 മിനിറ്റോളം ട്രാവലുണ്ട്. ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മളെ ട്രെയിൻ. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറി ഇരുന്ന് ഒരു 40 മിനിറ്റിന് ഇതിലിരിക്കണം. ഒരു സ്റ്റോപ്പ് അതിൻ്റെ ഇടയ്ക്കുണ്ട്. പിന്നെ എന്താണ് കേട്ടോ ട്രെയിനിൻ്റെ ഒരു സെറ്റപ്പ്. പുറത്തോട്ട് കാഴ്ചകൾ ഇങ്ങനെ, സീറ്റ് ഇങ്ങനെ. നമുക്ക് വേറെ കാര്യം കാണിച്ചു കേട്ടോ. ഈ ട്രെയിൻ വരുന്നത് ലണ്ടനിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഡേ ഞാൻ നടന്നിരുന്നതാണ് ഏകദേശം ഇതായി സ്ലോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. 2ാമത്തെ ദിവസം ഇതിൻ്റെ ഇടയ്ക്ക് ഓടുമായിരുന്നു. 3-ാമത്തെ ദിവസമായിരുന്നു ഞാൻ ഈ റീഡിങ്ങിലെത്തിയായിരുന്നു. അറൗണ്ട് റീഡിങ് ആ ഭാഗത്തായിരുന്നു.
പിന്നെ അങ്ങനെ വന്ന് സ്വിൻഡൻ ഈ ഭാഗത്തെത്തിയതിൻ്റെ ഇടയ്ക്ക് ഇന്നാണ് ഇപ്പോൾ ഞാനിതാ ഇവിടെ നിന്നാണ് ബസ് വരുന്നത് ബ്രിസ്റ്റോൾ പാർക്ക് നിന്ന് നേരെ ന്യൂപോർട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേഷൻ കാർഡിഫ് അങ്ങോട്ടാണ് ഇന്ന് പോണത്. അങ്ങനെ ഫൈനലി നമ്മൾ കാർഡിഫിലെത്തിയിരിക്കുകയാണ്. നടന്നെത്തേണ്ടിയിരുന്ന സ്ഥലം ട്രെയിനൊക്കെ എടുത്തെത്തി, വേറെ വഴിയില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റേഷനും അതിൻ്റെ ഏരിയയൊക്കെ. ഞാൻ അതിലൂടെ പോയാൽ നമുക്ക് സിറ്റി സെൻറ്ററിലെത്തും. പിന്നെ ഇവിടെ കാര്യമായിട്ട് കാണാനുള്ളത് എന്താ വെച്ചാൽ ഈ സിറ്റി സെൻറ്റർ, പിന്നെ ഒരു കാസലുണ്ട്, പിന്നെ ഒരു കാർഡിഫ് നാഷണൽ മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയം ഉണ്ട്. അതാണ് ഒരു മാപ്പുള്ളത്. ഇവർ സംഭവം ഇംഗ്ലണ്ടിൻ്റെ തൊട്ടടുത്തുള്ള രാജ്യമാണെങ്കിലും ഇവിടെ മെജോറിറ്റി സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ആണെങ്കിലും ഇവിടുത്തെ ലാംഗ്വേജ് ഉണ്ടോ വേറൊരു ലാംഗ്വേജ് തന്നെയാണ്. വെൽഷ് എന്നാണ് ലാംഗ്വേജിൻ്റെ പേര്. എന്തായാലും നമ്മൾ സിറ്റി സെൻറ്ററൊക്കെ ഒന്ന് നടന്നു നോക്കാം. ഇതാണ് സിറ്റി സെൻറ്ററിലുള്ളതെന്നൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഞാനേ അതിന് മുന്നേ ആദ്യം എന്തെങ്കിലും കഴിക്കട്ടെ കേട്ടോ, കാരണം ആ കാര്യം മറന്നേക്കണേ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 11:20 ഇവിടെ ഒരു ഗ്രെഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. ഇവിടെ കയറിയിട്ട് കോഫിയോ എന്തെങ്കിലും സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം. I'll have a regular cappuccino. Yeah, take away. Yeah, sure. അവിടുന്ന് ഞാനൊരു കാപ്പിച്ചീനിയും പിന്നെ ഒരു പിസ്സ സ്ലൈസും കഴിച്ചിട്ട് ഇറങ്ങിയിട്ടോ. അപ്പം ഞാൻ അവിടുന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുത്തെ കൗണ്ടറിലുള്ള ചങ്ങായിനോട് ചോദിച്ചു ഫിലിം ചെയ്യണോ ചോദിച്ചു. അപ്പം പറഞ്ഞു ആ ചെയ്യണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചെയ്യാൻ പറ്റൂലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു ആ കുഴപ്പമില്ല, ഇങ്ങനെ തംസപ്പ് കാണിച്ചു തന്നു. എൻ്റെ പിറകിലുണ്ടായിരുന്ന ഒരുത്തൻ ചോദിക്കണം എന്നോട് ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്താ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവനൊന്നും പറയാനില്ല. ഇനി ഇവിടെ അങ്ങനെ ചെയ്യാൻ എന്താണാവോ അറിയില്ല. ഞാൻ കൂടുതൽ ഇനി അങ്ങനെ എന്തായാലും ചെയ്യണില്ല, ചിലപ്പോൾ പറ്റില്ലെങ്കിലോ. അപ്പം ഞാൻ നടക്കുന്നത് ഇപ്പം സിറ്റി സെൻറ്റർ കൂടെ ആണ് കേട്ടോ. ഈ കാണുന്ന ഈ ഒരു സിറ്റിൻ്റെ ഒരു ഏരിയ അത്രേ ഉള്ളൂ സിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. കുറേ ബിൽഡിങ്സും കാര്യങ്ങളും ഉണ്ടല്ലേ. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടുത്തെ കാസിലോട്ട് ആദ്യം തന്നെ പോകാമെന്ന്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ കാസിലെത്തും. കാസിലൊക്കെ ഒന്ന് കയറി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കാസിലിൽ അതിൻ്റെ പുറത്തേറ്റും പോയായിരുന്നു, പക്ഷേ കാസിലിൻ്റെ അകത്തോട്ട് കയറിയിട്ടില്ല. ഇപ്രാവശ്യം കയറാൻ പറ്റുമോ നോക്കട്ടെ. എന്താണുള്ളത്, ഓപ്പൺ ആണോ എന്ന് അതറിയില്ല, പോയോക്കട്ടെ. എന്നിട്ട് കാസിലിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ നോക്കണം. കണ്ടില്ലേ, അതാണ് വെയിൽസിൻ്റെ ഫ്ലാഗൊക്കെ അവിടെ ഉണ്ട്. പോയി നോക്കാം. ഞാൻ ഇതിലൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഈ ഒരു കാർഡിഫ് മാർക്കറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഈ സ്ഥലം ഓർമ്മ വന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴുള്ളത് എനിക്ക് മനസ്സിലാവാത്ത കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ അന്ന് ക്രിസ്മസ് ടൈമിനാണ് വന്നിരുന്നത്. പിന്നെ ഇവിടെയൊക്കെ സ്റ്റാളായിരുന്നു, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. ഇതാണ് സംഭവം. ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച് എന്തോ ഉണ്ട്, കൊള്ളാമല്ലേ. യെസ് അങ്ങനെ ഞാൻ കാസിലിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ബാക്കിൽ കാണുന്നതാണ് കാസിൽ. കാസിലിൻ്റെ അകത്തോട്ട് പോയി നോക്കാം എന്താണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ കാസിൽ. ഇവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ബാക്കി, ഇതിനകത്തും അവിടെയും ആയിട്ടാണുള്ളത്. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പം അഡൽട്ട് ടിക്കറ്റ് 16 പൗണ്ടാണ് കാണിക്കുന്നത്. എന്തായാലും എടുക്കേണ്ടി വരും, കയറാം. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു. ഇനി ഇവിടെ ഒരു മിലിറ്ററി മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു, അത് പോയി നോക്കാം. പിന്നെ ഇവിടെ കുറച്ച് സുവനീസൊക്കെ ഉണ്ട് അല്ലേ, ക്യാപ്സ്, പിന്നെ ഓർണമെൻറ്റ്സ്, മിലിറ്ററി എന്തിനു മറന്നുപോയി, അങ്ങോട്ട് പോയി നോക്കാം. സോ ഇതാണ് മിലിറ്ററി മ്യൂസിയം. എന്താ കാർഡിഫിൻ്റെ ഫ്ലാഗ് ഉണ്ട്. അതൊക്കെയാണ് അവരുടെ മിലിറ്ററി വെയേഴ്സ്.
കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെ എഴുതിയുണ്ട്. ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാം. പിന്നെ എന്തെല്ലാം ഉണ്ട് കേട്ടോ. എന്തോ എന്തോ ബോംബൊക്കെ ഇതാ, ഗ്രനേഡ്, ഹാൻഡ് ഗ്രനേഡ്. റിവോൾവർ അത് അവിടെ ഉണ്ട്. ഇത് എവിടൊക്കെ തുടങ്ങണം എവിടൊക്കെ കാണിക്കണം എനിക്കറിയില്ല കേട്ടോ. ഒരു അപ്പൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ അവരുടെ മറ്റേ റാങ്കിങ്സിൻ്റെ ഇതൊക്കെയാണ്. ആരാ എന്താ കലാഷ്നിക്കാവിൻ്റെ വേറൊരു സാധനം കേട്ടോ അവിടെ. ഇത് പബ്ജിയിലേ കണ്ടിട്ടുള്ളൂ. ലെവൽ 3 ബാക്ക് പാക്ക് അവിടെ. ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. പണ്ടേ താല്പര്യമില്ല. വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്, താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് മിസൈൽസ് കാര്യങ്ങളൊക്കെ. ആൾക്കാർ ഇതെല്ലാം വായിച്ചു നോക്കി എന്തൊക്കെ പഠിച്ചിട്ടൊക്കെ ആയിട്ട് പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പോവാണ്. ഞാനിതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം കാഴ്ചകൾ. സോ അതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറണം. ആദ്യം നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറി പോയി നോക്കാം അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന്. എങ്ങനെ ഇരിക്കണ്, ഇത്ര മാത്രമേ ഉള്ളത് കേട്ടോ. ഇതല്ല ക്യാസിൽ അല്ലേ, ഞാൻ അങ്ങോട്ടും ഉണ്ടല്ലേ, പോയി നോക്കാം. ഞാൻ വിചാരിച്ചു ഇത് ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് വല്ല എനിമീസും കാര്യങ്ങളൊക്കെ വരുമ്പം ഒരു ഒളിച്ചിരിക്കണ സ്ഥലമാണെന്ന് വിചാരിച്ചു. എന്താ അറിയില്ല എന്തായാലും. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെ വന്നാൽ ഇവിടുന്ന് പുറത്തോട്ടുള്ളൊരു വ്യൂ കാണാം. ഇതൊക്കെ എന്തൊക്കെയോ പണ്ടത്തെ അറകളും കാര്യങ്ങളും ആണ് കേട്ടോ. ഏറ്റവും മുകളിൽ കയറി നിന്നാലുള്ള വ്യൂ ഈ കാണുന്നത്. ഇവിടെ നിന്നാൽ ഈ കാസലിൻ്റെ ചുറ്റുമുള്ള വ്യൂ ഇവിടുന്ന് കിട്ടും. ഇതൊക്കെ പണ്ടത്തെ ഓരോ യുദ്ധതന്ത്രങ്ങളാണ്. എല്ലായിടത്തും ഉണ്ടോ ഫുള്ള് മതിലുകളുണ്ട്, വലിയ മതിൽ. അപ്പോൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോൾ ഉള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഉണ്ടാവും. അതിനൊക്കെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അവിടുന്ന് നമ്മൾ ഇറങ്ങി ഇനി ഇതിനകത്തോട്ട് കയറി നോക്കാം ഇവിടെ എന്താ ഉള്ളത്. അതിനകത്ത് കയറിയിട്ടുള്ള കാഴ്ചകളായിട്ട് കാണുന്നത്. പറ്റുന്ന അത്രയും ഞാൻ എടുക്കാം. ഇവിടെ അധികമൊന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ക്ലോക്ക് ടവറിലോട്ടുള്ള വഴിയാണ് കേട്ടത്. ഇവിടുത്തെ ക്ലോക്ക് ടവർ. നമ്മൾ അവിടുന്ന് കാസലിൽ നിന്ന് ഇങ്ങനെ വന്നു. എന്താ പറയില്ല സംഭവം. അത്ര തന്നെ ഉള്ളൂ കാസിൽ. കാര്യമായിട്ട് കാണാനൊന്നും അധികമൊന്നുമില്ല. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങി ഇനി അവിടെ ഓരോ സുവനീർ ഷോപ്പ് കാണുന്നുണ്ട്. കയറിയിട്ട് എന്തെങ്കിലും സുവനീർസ് എന്തെങ്കിലും വാങ്ങണം, മാഗ്നറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണം. ഷോപ്പിൻ്റെ അകത്തും കയറിയിട്ടുണ്ട്. ആദ്യം അവരോട് ചോദിച്ചു ഞാൻ ഫിലിം ചെയ്യട്ടെ, ചിലപ്പം പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇവിടുന്ന് എന്തെങ്കിലും സാധനം മേടിക്കണം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മെമ്മറി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിക്കുന്നതാണ്. എനിക്ക് താല്പര്യം എന്തെങ്കിലും മാഗ്നറ്റൊക്കെ മേടിക്കാനാണ്. മാഗ്നറ്റ് അല്ലെങ്കിൽ കീറിങ്ങൊക്കെ. മാഗ്നറ്റ് ഉള്ളത്
ഇങ്ങനത്തെ സെറ്റപ്പാണ്. പക്ഷെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഇതിന് 3 4 അല്ല 4 3 പൗണ്ട് അല്ല 4 10 പൗണ്ട് 3 for each. സോ വേറെയും ചില മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ മാഗ്നറ്റ്സ് ആണ്. എല്ലാത്തിനും 4 പൗണ്ടാണ്. വേറെ കീ റിങ്സ് പോലെ ഇതൊക്കെ ലേഡീസ് സാധനങ്ങളാണ്. പിന്നെ സ്നോ ഗ്ലൗസ്, ബെല്ലുണ്ട്. മഗ്സ്. ഞാനെന്തായാലും അപ്പുറത്തെ ഷോപ്പും കൂടി കയറി നോക്കിയിട്ട് വില ഒന്ന് കമ്പയർ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് വാങ്ങാം. ഈ ഷോപ്പിൽ കുറച്ചധികം ഓപ്ഷൻസ് നമുക്കുണ്ട് കേട്ടോ. ഈ കാണുന്നത് മൊത്തം മാഗ്നറ്റ്സ് ആണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും 1 2 മാഗ്നറ്റ്സ് എടുക്കും. എന്നിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ. സമയം ഇപ്പം തന്നെ ഒരുപാട് സമയം വൈകിട്ടോ. കുറച്ച് സമയം നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എടുത്തിട്ട് പോകണം. അങ്ങനെ ഞാൻ സോവിനിയർ ഷോപ്പിൽ നിന്ന് 2 മാഗ്നറ്റ്സും അതേപോലെ ഒരു കീറിങ്ങും വാങ്ങിയിട്ട് ഇറങ്ങിട്ടോ. കാണിച്ചു തരാം. ആണ് കീറിങ്. ബാഗിൽ എവിടെയെങ്കിലൊക്കെ തൂക്കാം. പിന്നെ 2 മാഗ്നറ്റും വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണതും. അപ്പോൾ അത് വാങ്ങി ഇറങ്ങി. ഞാനിപ്പം ഒരു ബർഗർ കിങ്ങിലാണുള്ളത്. ഇവിടുത്തെ ബർഗർ കിങ്ങിലാണുള്ളത്. ഒരു ബർഗറും ഒരു ഡ്രിങ്കും ഓർഡർ ചെയ്തിട്ടുണ്ട്. വിശക്കുണ്ട്, കാരണം നേരം 1:50 അപ്പോൾ സമയം അധികമില്ല. 6 മണിക്കാണല്ലോ ബസ് എടുത്തത്. ഞാൻ വിചാരിച്ചു ഇവിടെ അധികമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ബസ് നേരത്തെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് 6 മണിക്ക് എടുത്തത്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി ആക്ച്വലി. പക്ഷേ കാണാനും കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു നാഷണൽ മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലോട്ടൊന്ന് എന്തായാലും പോകണം. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടതെന്നുള്ളത് അവിടെ എത്തിയിട്ട് തീരുമാനിക്കണം. അപ്പം ആദ്യം ഇത് കഴിക്കട്ടെ, എന്നിട്ട് നാഷണൽ മ്യൂസിയം. വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടോ. ഞാൻ അവിടുന്ന് ഇങ്ങനെ ഒരു ഷോപ്പിൽ നിന്നൊരു മലയാളീനെ കാണാനിടയായി. അപ്പം പുള്ളിക്കാരനോട് പറഞ്ഞു എവിടെയോ കണ്ടിണല്ലോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നെ കാണാൻ സാധ്യതയില്ല പറഞ്ഞു, ഞാൻ ലണ്ടനിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ച് എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്നിങ്ങനെ പരിങ്ങി, ഞാൻ ആക്ച്വലി എന്ന് പറഞ്ഞ് പറയാൻ വരികയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നടന്നിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചു എന്നെ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എവിടുന്നോ ഞാൻ യൂട്യൂബിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ എവിടെയോ കണ്ടു, അതെനിക്ക് ആരോ അയച്ചു തന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കാർഡിഫിൽ ഒരാളെങ്കിലും നമ്മളെ തിരിച്ചറിഞ്ഞല്ലോ, ഒരാളെങ്കിലും അറിഞ്ഞല്ലോ നമ്മളിങ്ങനെ വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര എന്തൊരു മനസ്സിനൊരു സുഖം കിട്ടിയൊരു സംഭവമായിട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് നാഷണൽ മ്യൂസിയം. അവിടെ പോയൊക്കെ എന്താ ഉള്ളതെന്ന്. അങ്ങനെ ഞാൻ മ്യൂസിയത്തിനകത്തോട്ട് കയറിയിട്ടോ. ഇത് നോക്ക്, ഇതെന്ത് സാധനം. ഇത് മാമത്തിൻ്റെ സ്കെലിട്ടനാണെന്ന് തോന്നുന്നു കേട്ടോ. ദിസ് വൺ ഈസ് ദ നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട്. Look at this. ഇതൊക്കെ ഒറിജിനലാണോ? കണ്ടിട്ട് ഒറിജിനൽ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നിട്ടോ, ഞാൻ അങ്ങോട്ട് വന്നിക്കണേ. പക്ഷെ അത് വേറെ എൻട്രൻസ് കൂടെ ഇനി ഞാൻ കയറിയത് വന്ന്. അതൊക്കെ നോക്കി കണ്ടപ്പോൾ ഒറിജിനലാണെന്നേ പറയത്തുള്ളൂ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ഒറിജിനൽ പോലെ തന്നെ തോന്നുന്നുള്ളൂ. സാധനം ഒറിജിനലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതൊക്കെ കുപ്പിലാക്കി വെച്ചിക്കുക. കണ്ടിട്ട് തന്നെ പേടിയാണ്.
സംശയമുണ്ട് ഇതൊക്കെ ഒറിജിനലിനെ തല്ലിക്കൊന്ന പോലെ അല്ല വെച്ചത് അത്രയും പെർഫെക്ഷൻ ഒറിജിനലാണ് പറയില്ല കേട്ടോ. എന്തായാലും ഒന്നും അറിയില്ല, ചുമ്മാ കാണുന്നു. The humpback whale. ആരാണത് നോക്ക്. അതൊക്കെയാണ് അവിടെ കാണാനുള്ള കാഴ്ചകൾ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഹിസ്റ്ററി അത് ഹിസ്റ്ററി ആയിട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്ലാന്റ്സ്, ആനിമൽസ്, അക്വാട്ടിക് അനിമൽസ് അതിൻ്റെയൊക്കെ അങ്ങനെയും കാണിച്ചിട്ടുള്ള ഒരു നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം എല്ലായിടത്തും പോലെ തന്നെ. പിന്നെ അടുത്തത് ഇനി നോക്കിയപ്പം ഇവിടെ കാർഡിഫ് ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്, അവിടെ പോവാം. പക്ഷെ അവിടെ നടന്നു പോയാൽ നമ്മളെന്ത് ചെയ്യില്ല, തിരിച്ചെത്തൂല. നമ്മുടെ ബസ്സിൻ്റെ സമയത്ത് തിരിച്ചെത്തൂല. 6 മണിക്കാണ് ബസ്, ഇപ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഒരു 10-20 മിനിറ്റ് ബസ്സിന് പോയാൽ നടക്കണമെങ്കിൽ 3/4 മണിക്കൂറിലേറെ, 1 മണിക്കൂർ എന്തോ കൊടുക്കും. അപ്പം പിന്നെ അവിടെ കണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാവും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ട് കാർഡിഫ് ബേയിലോട്ട് പോയിട്ട് അവിടെയും കൂടി കണ്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് ബസ് കയറിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഒരാഴ്ച ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട്, ഒരാഴ്ചയല്ല 6ാമത്തെ ദിവസമല്ലേ. യെസ്, അപ്പോൾ ഞാൻ കാർഡിഫ് ബേയിലോട്ട് എത്തി. ഇതാണ് എൻട്രൻസ്, കാണുന്ന സംഭവം. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ കാര്യം മനസ്സിലാക്കിയത്. അതായത് ഇങ്ങോട്ടും ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മറ്റേ ഞാൻ അങ്ങോട്ട് വന്നിരുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കോൺവൊക്കേഷൻ ആയിരുന്നു. ഇതിനകത്ത് വെച്ചായിരുന്നു അവരുടെ കോൺവൊക്കേഷൻ. ഇവിടെ എത്തിയപ്പോഴാണ് അത് ഓർമ്മ വന്നത്. എന്തായാലും ഇങ്ങോട്ട് വന്ന മുതലായിട്ടോ. ഇവിടെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, കാർഡിഫ് ഫൺ പാർക്ക്. അപ്പോൾ ഇതിനകത്തൂടെ അങ്ങനെ പോയിട്ട് നമുക്ക് അതിനകത്ത് എന്താണെന്നൊക്കെ കാണാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ കാർണിവലാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യണ്ട എന്നാണ് അവർ പറഞ്ഞത്. അപ്പം പിന്നെ അവിടുന്ന് പുറത്തിറങ്ങി, പിന്നെ അത് ഫുള്ള് പിള്ളേർക്കുള്ള, ചെറിയ പിള്ളേർക്കുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, അന്ന് വന്നു. ഇതിനകത്തോട്ട് കയറിയണോ എനിക്ക് ഓർമ്മയില്ല. ഇതാണ് കാർഡിഫ് ബേ എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ്. ഇതാണ് ബേ. ഒരു ലേക്ക് അതേ ഉള്ളൂ. ബോട്ട് സർവീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒന്ന് ചുറ്റിക്കിറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങണം. അവിടെ പോയിട്ട് ബസ് എടുക്കുന്നു, നേരെ വീട്ടിലോട്ട്. അത്രേ ഉള്ളപ്പോൾ നമ്മളെ പരിപാടികൾ. ഈ എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ മറ്റേ ആർച്ചറി എടുത്തത്. പിന്നെ 5 ആരോസാണുള്ളത്. 3 ബലൂൺ പൊട്ടിച്ചാൽ എന്തെങ്കിലും പ്രൈസ് അവിടെ നിന്ന് കിട്ടും. ടെഡീസാണ് ഉണ്ടായിന്, വലിയ ടെഡി. ഏതാ വേണ്ട വിചാരിച്ച് നമുക്ക് എടുക്കാം. വെറുതെ എന്തെങ്കിലും ഒന്ന് ഫണ്ട് വേണ്ട വിചാരിച്ച് എടുത്താണ്. ഫസ്റ്റ് ആരോ വിട്ടപ്പോൾ മനസ്സിലായി ഇതിൻ്റെ എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. പിന്നെ വിട്ടുള്ളിൽ ഒന്നുകൂടി വേറെ ഇതും കുടിക്കില്ല കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഒരു ചോക്ലേറ്റ് സ്ട്രോബെറി മേടിച്ചിട്ടുണ്ട്, അതുകൂടി കഴിച്ച്. മഴ ചാറുന്നുണ്ട് കേട്ടോ. അത് അടുത്തഞ്ഞ് ബസ്സിൽ തിരിച്ച് നമുക്ക് ലണ്ടനിലോട്ട് ബസ് കയറാനുള്ളിടത്തേക്ക് പോകണം. അവിടെ നിന്ന് പോവാം, അത്രയേ ഉള്ളൂ. അവസാനം നമുക്ക് കാർഡിഫിന്നും വെയിൽസിന്നും തിരിച്ചു പോകേണ്ട സമയമായിട്ടുണ്ട്. 10-20 മിനിറ്റും കൂടി ഉള്ളു ഇനി ബസ്സിന്. ഞാൻ അതാ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ബസ്സിൻ്റെ ബസ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതൊരു ബസ്സാണ് നമുക്കുള്ളത് നോക്കണം. പിന്നെ ചാലഞ്ച് നമുക്ക് കംപ്ലീറ്റ്ലി തീർക്കാൻ പറ്റിയില്ല.
നിവർത്തികേട് കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റിയില്ല. ബസ്സും ട്രെയിനൊക്കെ എടുക്കേണ്ടി വന്നു. എന്തായാലും നമ്മൾ കാർഡിഫിലെത്തി. കാർഡിഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടു. ഞാൻ ഓൾറെഡി ഇതൊക്കെ കണ്ടതാണ്. പിന്നെ കാര്യമായിട്ടൊന്നും കാണാൻ ഇവിടെ ഇല്ല. പിന്നെ ഈ കാർഡിഫിൻ്റെ കൺട്രി സൈഡിലോട്ട് പോയാലാണ് കാര്യമായിട്ട് കാണാനുള്ളത്. അതിന് നമുക്ക് കാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. പിന്നെ അപ്പം എന്നാലും നമ്മളൊരു 100 കിലോമീറ്റേഴ്സോളം നടന്നില്ലേ. 100 കിലോമീറ്റേഴ്സോളം, അതന്നെ വലിയ കാര്യം. എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് എടുത്ത് ലണ്ടനിലോട്ട് പോട്ടെ. ലണ്ടൻ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലോട്ട് നേരെ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഞാൻ എല്ലാവരോടും ഒന്ന് ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് അങ്ങനെ നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ വഴിയില്ലല്ലോ. എന്തായാലും കൂടുതൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.